പരിശുദ്ധ റമദാനിനെ ഒരിക്കൽ കൂടി കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്, ഔദാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത നിലയിൽ അല്ലാഹുവിങ്കിൽ നിന്നും ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അല്ലാഹു വർഷിക്കുന്നുണ്ട്. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. ഖുർആൻ പറയുന്നത് അല്ലാഹുവിന്റെ നിഅമത്തുകളെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല, കണക്കാക്കാൻ കഴിയുകയില്ല. അത്രത്തോളം അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്തുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില നിഅമത്തുകൾ നമ്മൾ അറിയാതെ പോകുന്നു, വിലമതിക്കാതെ പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്ത് വൽ ഫറാഗ. രണ്ട് നിഅമത്തുകളുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് നിഅമത്തുകളുണ്ട്. മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക പേരും അതിനെ സംബന്ധിച്ചിട്ട് വഞ്ചിതരായി പോകും, അശ്രദ്ധരായി പോകും, അറിയാതായി പോകും. അതൊരു നിഅമത്താണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവുകയില്ല. ഇപ്പൊ നമ്മളൊരു കച്ചവടത്തിനിറങ്ങി, പ്രതീക്ഷിക്കാത്ത നിലയിൽ നല്ല ലാഭം കിട്ടി, അതിനെക്കുറിച്ച് നമ്മളിത് നിഅമത്താണ് എന്ന് പറയും. അല്ലാഹുവിന്റെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. മക്കള് പഠിച്ച പരീക്ഷയിൽ പാസ്സായി, അവർക്ക് വിദേശത്ത് നല്ലൊരു ജോലി കിട്ടി, നല്ല ശമ്പളം വരാൻ തുടങ്ങി, ഒരു നിഅമത്താണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ നമ്മളുടെ കണ്ണിൽ കാണുന്ന, നമ്മൾ വിലമതിക്കുന്ന ഒട്ടനവധി നിഅമത്തുകൾ ഉണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് നിഅമത്തുകൾ മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധിക പേരും അതിനെ സംബന്ധിച്ചിട്ട് ഗാഫിലാണ്, അറിയാതെ പോകുന്നു. അതേതാണ്? അസ്സിഹ്ഹത്ത് വൽ ഫറാഗ. അസ്സിഹ്ഹത്ത് വൽ ഫറാഗ. ഒന്ന് നമ്മുടെ ആരോഗ്യമാണ്, ആഫിയത്താണ്. മറ്റൊന്ന് വൽ ഫറാഗത്തോ, നമ്മളുടെ ഒഴിവ് സമയങ്ങളാണ്, ഒഴിവ് സമയങ്ങൾ. നമ്മുടെ സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ്. പക്ഷെ നമ്മളതിനെ നിഅമത്തായി കണക്കാക്കാറില്ല. സാധാരണ നമ്മൾ പ്രസംഗിക്കാനിരിക്കുമ്പോൾ, റമദാൻ പ്രഭാഷണമാണെങ്കിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റമദാൻ നമുക്ക് വന്നെത്തി, സമാഗതമായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഗൗരവതരമാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്നു. നമുക്ക് അല്ലാഹു തന്ന മഹത്തായ രണ്ട് നിഅമത്തുകൾ, ഒന്ന് നമ്മളുടെ ഈ സമയം, മറ്റൊന്ന് നമ്മളുടെ ആഫിയത്ത് എന്ന് പറയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത്. ഇത് രണ്ടും വിലമതിക്കാനാകാത്തതാണ്. അധികം ആളുകൾ പരിഗണിക്കാതെ തള്ളിക്കളയുന്നതാണ്, അശ്രദ്ധമായ നിലയിൽ തള്ളിക്കളയുന്നതാണ്. പക്ഷെ ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് മഹാഭാഗ്യം സിദ്ധിക്കും. ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ. പരിശുദ്ധ ഖുർആനിൽ, ഞാനിപ്പോ ഒരു സംസാരം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സാധാരണഗതിയിൽ സംസാരിക്കുമ്പോൾ ഖുർആനായത്തുകൾ ഓതും, അർത്ഥം വെക്കും, അന്നേരം സദസ്സിനോട് പറയാനുള്ളതൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞ് കാറിൽ കയറി ഇരിക്കുമ്പോഴും തിരിച്ചു നടക്കുമ്പോഴും ഒക്കെയാണ് ആയത്തുകളുടെ ഇടയിലുള്ള ചില വിഷയങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്ത വരിക. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഷയം പഠിച്ച് തയ്യാറാക്കി, എഴുതി തയ്യാറാക്കി വന്ന് പറയുന്നൊന്നുമല്ല. ബിസ്മിയും ഹംദും സലാത്തും ഒക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു തോന്നിപ്പിക്കുന്ന സംഗതികൾ പറയും. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി നടക്കുമ്പോഴായിരിക്കും ഓർമ്മ വരിക, ചിന്ത വരിക. വേറെ ചില കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും ഓർമ്മ വരിക. എന്റെ തൊട്ടടുത്തിരുന്ന രണ്ട് സഹോദരങ്ങൾ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും സിഹത്തും പെരുമാറാകട്ടെ. വയസ്സായ രണ്ട് സഹോദരങ്ങളുടെ അടുത്താണ് ഞാനിരുന്നത്. അവർ കസേരയിലായിരുന്നു നിസ്കരിക്കും. അവർ റുക്കൂഉ സുജൂദുകൾ ചെയ്യാൻ വേണ്ടി മെനക്കെടുന്നത് കണ്ടപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു മനസ്സുകൊണ്ട്. രണ്ടാമത് നമുക്ക് തന്ന അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ചിട്ട് അറിയാതെ ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്,
നമുക്ക് റുക്കൂ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നമ്മൾ വലിയ പ്രഭാഷണ പരമ്പര ഒന്നും നടത്തുകയല്ല വേണ്ടത്. നമ്മൾ ഓരോ വിഷയങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ടൊന്നിരുന്ന് ആലോചിച്ചിട്ട് മനസ്സുകൊണ്ട് അതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമുക്ക് അല്ലാഹു ആഫിയത്ത് തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ സദസ്സിൽ സംസാരിച്ചപ്പോൾ റമദാൻ പ്രഭാഷണമാണ്, അതിന്റെ ഉദ്ഘാടനമാണ്, റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ പ്രസംഗിക്കണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും സൂറത്തുൽ ബഖറയുടെ വചനങ്ങൾ ഓതി റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആ സഹോദരങ്ങളോട് പറഞ്ഞിട്ട് വന്നു. ഇപ്പൊ ഞാൻ കാറിന്നിറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ആ ആയത്തിന്റെ ചില വശങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചത്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത് فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. ഈ ആയത്തിലൂടെയാണ് അള്ളാഹു നോമ്പ് നിയമമാക്കിയത്, നിർബന്ധമാക്കി. ഇത് സൂറത്തുൽ ബഖറയുടെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെടുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക്, സമുദായങ്ങൾക്ക് നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിയമമാക്കപ്പെടുകയാണ്, നിർബന്ധമാക്കപ്പെടുകയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, തഖ്വ പരിശീലിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ നിയമമാക്കുകയാണ്. ആയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ സദസ്സിൽ പ്രസംഗിച്ചത്. അതിനുശേഷം അല്ലാഹു പറയുന്ന വചനമാണ് ഞാനിപ്പോ ചിന്തിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞത്. അയ്യാമം മഅദൂദാത്ത്. അല്ലാഹു പറയാണ് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പറയുന്നതല്ല. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ. അത് നമുക്ക് നൽകുന്ന ഒരു വലിയ താക്കീത് പോലെയാണ്, നമുക്ക് നൽകുന്ന വലിയൊരു ഉണർത്തൽ പോലെയാണ്. അയ്യാമം മഅദൂദാത്ത്, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ അടിമകളെ, വിശ്വാസികളെ, മറന്നുപോകരുതേ, ഗഫലത്തിലായി പോകരുതേ, ശ്രദ്ധിക്കണേ. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ മാത്രമാണ്. അല്ലാഹു പറയാം അയ്യാമം മഅദൂദാത്ത്. റമദാൻ എണ്ണപ്പെട്ട ചില ദിവസങ്ങളാണ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നമ്മളുടെ ഒക്കെ ആയുസ് എണ്ണപ്പെട്ട ചില ദിവസങ്ങളാണ് എന്ന് അല്ലാഹു പറയും. ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നിഅമത്താണ് അല്ലാഹു നമുക്ക് നൽകിയ ആയുസ് എന്ന് പറയുന്നത്, നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങൾ എപ്പോഴും നഷ്ടപ്പെട്ടു പോകാം, ഈ ദിവസങ്ങൾ എപ്പോഴും നമ്മുടെ കൈവിട്ടു പോകാം. ഇന്ന്, നാളെ, ഇന്നലെ എന്നാണ് നമ്മൾ പറയുക. ഇന്നലെ, ഇന്ന്, നാളെ എന്നാ പറയാം. ഇന്നലകളെ കുറിച്ചിട്ട് നമുക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രയോജനങ്ങളൊന്നുമില്ല, ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ആ ഓർമ്മകൾ നല്ലതായാൽ നമുക്ക് സന്തോഷിക്കാം. ആ ഓർമ്മകൾ ദുഃഖിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതും പരലോകത്ത് നഷ്ടമുണ്ടാക്കുന്നതുമായാൽ കാലാകാലത്ത് നമുക്ക് നഷ്ടമാണ്. നാളുകളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിലയിലും നമുക്ക് ഗ്യാരണ്ടി നൽകാൻ കഴിയാത്ത തരത്തിൽ വെച്ചു പുലർത്താൻ കഴിയുന്ന ഒരു മോഹം മാത്രമാണ്, ഒരു സ്വപ്നം മാത്രമാണ്. നാളെ 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 എന്ന് പറഞ്ഞാൽ നാളെ ആയാൽ പറയാം, നാളെ ഞാനുണ്ടെങ്കിൽ പറയാം, അല്ലേ? നാളെ ആയാൽ പറയാം, നാളെ ഞാനുണ്ടെങ്കിൽ പറയാം. നാളെയെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ, ഇന്നലകളെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ നമ്മളുടെ കയ്യിലുള്ളത് ഇന്നാണ്. ഇന്നാണ്. ഈ ഇന്നിനെ സംബന്ധിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത് എണ്ണപ്പെട്ട ചില സമയമേ ഉള്ളൂ. വളരെ സൂക്ഷ്മത വേണേ, ഓർമ്മ വേണേ. എണ്ണപ്പെട്ട ചില സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യാമം മഅദൂദാത്ത്
فمن كان منكم مريضا أو على سفر فعدة من أيام أخر. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിന്തിച്ച വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച ഈ വിശുദ്ധ വാക്യത്തിനോട് തൊട്ടടുത്ത് പറയുന്ന വചനത്തിൽ സാധാരണഗതിയിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ രാവിലെ വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് ഫ്രീ ആയി പല്ലൊക്കെ തേച്ച് ശുദ്ധിയായി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ആഹാരപാനീയങ്ങളിൽ നിന്നും ആവശ്യപൂർത്തീകരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഇനി ഒന്നും പറ്റൂല എന്ന നിലയിൽ പിടിച്ചു നിൽക്കണം. മഗ്രിബ് വാങ്ക് കൊടുക്കുന്നത് വരെ സൂക്ഷിക്കണം. മഗ്രിബ് വാങ്ക് ആകുമ്പോൾ നിങ്ങൾക്ക് നോമ്പ് തുറക്കാം എന്നൊക്കെയല്ലേ പറയേണ്ടത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ വലിയ ചില സന്ദേശങ്ങളെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ചില ദിവസങ്ങളാണെന്ന് പറഞ്ഞതിനോടൊപ്പം ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, ആദ്യം തന്നെ പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും രോഗികളായി പോയാൽ, നിങ്ങളിൽ ആരെങ്കിലും യാത്രക്കാരായി പോയാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ഇതല്ലാത്ത മറ്റേതെങ്കിലും ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് നോമ്പിന്റെ പ്രതീക്ഷ വെക്കാവുന്നതാണ്. ആദ്യം തന്നെ അതാ പറയുന്നത്. എന്താ കാരണം? ഇത് കേൾക്കുന്ന മുഅ്മിനീങ്ങളായ നമ്മളെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹം ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹം അഥവാ നോമ്പ് മാസത്തിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, നോമ്പ് മാസത്തിൽ ആഫിയത്തോടുകൂടി നാട്ടിൽ താമസിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ചില സഹോദരങ്ങളെ ആശുപത്രികളുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണം. ഇന്നലെ നിലാവ് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പല സഹോദരിമാരും അവരുടെ മക്കളുടെയോ മാതാപിതാക്കളുടെയോ പേരിൽ ആശുപത്രികളിൽ കഷ്ടപ്പെടുന്നു. അവര് എങ്ങനെ അത്താഴം കഴിക്കും? എന്റെ സ്വന്തം ചെറിയ ചെറിയ അനുഭവങ്ങൾ, നിങ്ങൾക്ക് അങ്ങനത്തെ എത്ര അനുഭവങ്ങൾ ഉണ്ടാകും. എങ്ങനെ അത്താഴം കഴിക്കും? ആ കിടക്കുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവരുടെ അവസാനത്തെ റമദാനാണിതെങ്കിൽ ഈ റമദാനിൽ അത്താഴം കഴിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടോ റബ്ബേ? ഈ റമദാനിൽ നാളത്തെ പകലിൽ നോമ്പെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടോ പടച്ചോനെ? ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ, ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും രോഗികളായി പോയാൽ, നിങ്ങളിൽ ആരെങ്കിലും യാത്രക്കാരായി പോയാൽ. യാത്രക്കാരായി പോവാന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില നിയമങ്ങൾ മാത്രമല്ല, നിയമവശങ്ങൾ മാത്രമല്ല, നമ്മളെ ചിന്തിപ്പിക്കാനും ഉൾക്കൊള്ളിക്കാനും വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന വലിയ വലിയ ചില സന്ദേശങ്ങളാണിത്. വലിയ സന്ദേശങ്ങളാണ്. യാത്രക്കാരനായി പോയി എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായ നിലയിൽ മറ്റ് തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് പരിശുദ്ധ റമദാനിൽ നാട്ടിൽ ഒതുങ്ങിക്കൂടി എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇവിടുന്ന് മോന്റെ രോഗം സുഖപ്പെടാതെ ആയപ്പോൾ ആ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, മണിപ്പാലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, മദ്രാസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ? എത്ര സഹോദരങ്ങൾ നോമ്പ് കാലത്ത് നാട്ടിൽ ഒതുങ്ങി നല്ല അമലുകളിലൊക്കെയായി കഴിഞ്ഞുകൂടാം, സ്വസ്ഥമാകാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു പരീക്ഷണം വന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ആശയവും ഗൗരവമാണ്. രണ്ട് നിഅമത്തുകളെ കുറിച്ചിട്ട് മനുഷ്യർ വിലമതിക്കാറേ ഇല്ല. ഒന്ന് സിഹത്താണ്, മറ്റൊന്ന് ഫറാഗത്താണ്. സിഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യമാണ്, മറ്റൊന്ന് നമ്മുടെ ഒഴിവ് സമയമാണ്. ഈ രണ്ട് കാര്യത്തെ കുറിച്ചിട്ടും ആളുകൾ അധികവും അശ്രദ്ധയിലാണ്, ഗഫലത്തിലാണ് എന്ന് പറഞ്ഞു. നമ്മുടെ എണ്ണപ്പെട്ട ഈ ദിവസങ്ങൾ അഥവാ എണ്ണി തിട്ടപ്പെടുത്തി മാത്രം നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ കുറഞ്ഞ കാലത്തെ ജീവിതം എവിടെ നമ്മൾ ഉപയോഗിക്കുന്നു, എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് ആലോചിക്കണം. എവിടെ ഉപയോഗിക്കുന്നു? വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബഅസു ഹയ്യാ വസലാമുൻ അലൈഹി യൗമ വുലിദതു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യാ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹിസ്സലാമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വചനമുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ ജന്മം എന്ന് പറയുന്നത്. അവന്റെ ജനനം വളരെ പ്രധാനപ്പെട്ടതാണ്, ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ജന്മദിനം ആഘോഷിക്കുന്നത്, അല്ലേ? പിറന്നാൾ ആഘോഷിക്കുന്നത്. പിറന്നാളിന് പാടുള്ളതും പാടില്ലാത്തതുമായ പല ആഘോഷങ്ങളും നമുക്കിടയിലേക്ക് കടന്നു വന്ന് ആ ആഘോഷങ്ങളിൽ പലപ്പോഴും നമ്മൾ അകപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ്? ജനനം വലിയൊരു കാര്യമാണ്, നമുക്കറിയാം.
ജീവിതം വലിയൊരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജനനത്തെക്കാൾ ജീവിതത്തെക്കാൾ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് നമ്മളുടെ മരണം എന്നുകൂടി നമ്മൾ ബോധ്യപ്പെടണം. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭൂമിയിൽ പറന്നപ്പോൾ അതിൽ ആളുകൾക്കൊക്കെ അവലാദികളുണ്ടായി, ആക്ഷേപങ്ങളുണ്ടായി, പരിഹാസങ്ങൾ വന്നു. പല നിലയിലും പലതും പറഞ്ഞു പരത്തി. ذلك عيسى ابن مريم قول الحق الذي فيه يمترون إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون. ഈസ എന്ന പേരിൽ ഒരു കുഞ്ഞു ഭൂമിയിൽ പിറക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ജനനത്തെ സംബന്ധിച്ചിട്ട് ആവലാദികളുണ്ടായി, ആക്ഷേപങ്ങളുണ്ടായി. സാധാരണഗതിയിൽ ഒരു വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും പിറന്നു വീഴുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് അത്ഭുതമൊന്നുമില്ല. എന്നാൽ ഇവിടെ ഒരു വാപ്പ പോലും ഇല്ലാതെ പിറക്കുന്ന കുഞ്ഞ്, നമ്മൾ സാധാരണഗതിയിൽ അനാഥ എന്ന് പറയാറില്ലേ, യതീം എന്ന് പറയാറില്ലേ? എന്തിനാണ് യതീം എന്ന് പറയുന്നത്? യതീം എന്ന് പറഞ്ഞാൽ വാപ്പയില്ലാത്ത കുഞ്ഞിനെ കുറിച്ചിട്ടാണ് യതീം എന്ന് പറയാം. വാപ്പയില്ലാത്ത കുഞ്ഞിനെ കുറിച്ച് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്? അല്ല ഉറക്കത്തിന്റെ ക്ഷീണത്തിലൊക്കെയാണോ? നോമ്പ് തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇങ്ങനെ പ്രഭാഷണം കേൾക്കാനൊന്നും പതിവാക്കിയില്ലല്ലോ. തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പ്രസംഗിക്കേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾക്ക് അങ്ങനെ ഒരു ആവേശക്കുറവൊന്നുണ്ടോ? ആവേശത്തിൽ തന്നെയല്ലേ? നോക്കാമല്ലോ നിങ്ങളുടെ ആവേശം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇനി അങ്ങോട്ട് ആവേശ പരിശോധനയായിരിക്കും. ഞാൻ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യതീം എന്ന് പറഞ്ഞാൽ അവന്റെ അനാഥത്വത്തെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? അല്ലേ? വാപ്പയില്ലാത്ത ഒരു കുഞ്ഞ് ഒരു പക്ഷേ പിറന്നു വീണപ്പോൾ അവന് കാണാൻ കഴിയാതെ പോയ വാപ്പ, അല്ലെങ്കിൽ ഓടിച്ചാടി കളിച്ച് ചിരിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ ആവോളം ആസ്വദിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയ ഒരു തണല്, അതാണ് വാപ്പ. ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ ഉപ്പമാരെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അനാഥയുടെ മനസ്സിൽ അങ്ങേയറ്റം വേവലാതിയും ഒപ്രാളും ഉണ്ടാകും. ജനിച്ചു കഴിഞ്ഞ് കുറച്ചു നാൾ മാത്രമേ വാപ്പാനെ കിട്ടിയുള്ളൂ, നല്ല ഓർമ്മകളൊന്നും ആയില്ല, അതിനു മുമ്പേ വാപ്പ പോയി എന്ന് പറയുന്ന കുറെ ആളുകളില്ലേ. ഇങ്ങനെയൊക്കെ അനാഥ ബാലന്റെ ഉള്ളകത്തുണ്ടാകുന്ന വേദനകളും വ്യഥകളും ഒക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, തികച്ചും വാപ്പയില്ലാതെ ഒരു ഉമ്മയുടെ വയറ്റിൽ പെട്ടെന്ന് പടച്ചവൻ സൃഷ്ടിക്കുന്ന ഒരു കുഞ്ഞ് പറന്നു വീഴുമ്പോഴുണ്ടാകുന്ന ആ കുഞ്ഞിന്റെ മനോവേദന എത്രത്തോളമായിരിക്കും ചിന്തിക്കാൻ മനസ്സിലാവുന്നുണ്ടോ? ആളുകളൊക്കെ പറയാൻ തുടങ്ങി, യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. ഹാറൂനിന്റെ സഹോദരി, നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും ഒക്കെ നല്ല ആളുകളായിരുന്നല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പരസ്യമായി ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന മനോവേദന എത്രത്തോളമായിരിക്കും? എന്തു മറുപടി പറയും? ഒരു പുരുഷനുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാതെ നീ എങ്ങനെയാണ് പെട്ടെന്നൊരു കുഞ്ഞിന് ജന്മം നൽകിയത്? എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചത്? ആളുകൾ ആക്ഷേപസ്വരത്തിൽ ചോദിച്ചു. മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നും മിണ്ടാൻ കഴിയാതെ നിശബ്ദയായി, മിണ്ടാണ്ട് നിന്നു. അവസാനം അവര് പറഞ്ഞു, ഫഅശാറത് ഇലൈഹി, ഞാൻ നിരപരാധിയാണ്. പിറന്നു വീണ കുഞ്ഞ് ഒരപരാധമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുഞ്ഞിനോട് ചോദിക്കൂ, എന്നോട് ചോദിക്കണ്ട, അങ്ങോട്ട് ചോദിക്കൂ. ഫഅശാറത് ഇലൈഹി, കുഞ്ഞിനോട്. അപ്പൊ ആളുകൾ പിന്നെയും കളിയാക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. നീ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? ഞങ്ങളെ കളിയാക്കാണോ? ഈ പിറന്നു വീണ കൊച്ചു കുഞ്ഞിനോട് തൊട്ടിലാടുന്ന പ്രായത്തിൽ ഞങ്ങൾ ചോദിക്കണമെന്നാണ് പറഞ്ഞു, സംസാരിക്കുമെന്നാണോ നീ പറയുന്നത്? മറിയം ബീവി കൈ വളർത്തി, കൈ അങ്ങോട്ട് ചൂണ്ടി, നിങ്ങൾ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് ചോദിച്ചോളൂ, എന്നോട് ചോദിക്കണ്ട. ഈ സന്ദർഭത്തിലാണ് മഹാനായ കൊച്ചു കുഞ്ഞ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം
അള്ളാഹുവിന്റെ അമ്ര അനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ അസിയ വസലാമുൻ അലയ്യ യൗമ ഉലിദ്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യ. ഈ അവസാനത്തെ ഒരു വചനം അർത്ഥം വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പിറന്ന ഉടനെ തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞിനോട് ചോദിച്ചിട്ട് എന്ത് പ്രയോജനമാണ്, ആ കുഞ്ഞെന്ത് മറുപടി പറയാനാണെന്ന് ആളുകൾ അത്ഭുതത്തോടെ ആക്ഷേപസ്വരത്തിൽ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അത്ഭുതകരമായ നിലയിൽ ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. കുഞ്ഞിങ്ങനെ പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ്. ജനങ്ങളെ, എന്റെ ഉമ്മാനെ നിങ്ങൾ ആക്ഷേപിക്കരുത്, കുറ്റം പറയരുത്. ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. ഒരടിമ എന്ന നിലയിൽ എന്നെ അള്ളാഹു അത്ഭുതകരമായ നിലയിൽ സൃഷ്ടിച്ചു. സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു സമൂഹത്തോടൊക്കെ പറഞ്ഞതുപോലെ ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ കാന ലഹു കുൻ ഫയകൂൻ. എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? വാപ്പയില്ലാതെ ഒരു ഉമ്മയിൽ നിന്നും അള്ളാഹു വിചാരിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ പടയ്ക്കാൻ അവന് കഴിയില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി കടുപ്പപ്പെട്ട നിലയിൽ, അത്ഭുതകരമായ നിലയിൽ, അതിന് തൊട്ടു മുമ്പ് ഭൂമിയുടെ തുടക്കത്തിൽ അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചില്ലേ? അള്ളാഹ് ചോദിക്കുക, ആദമിനെ സൃഷ്ടിച്ചില്ലേ? ഖലഖഹു മിൻ തുറാബിൻ. അവിടെ ഉമ്മയുമില്ല വാപ്പയില്ല. ഇവിടെ ഉമ്മയെങ്കിലുണ്ടല്ലോ. അള്ളാഹു ചോദിക്കുന്ന വചനാണ്. അവിടെ ഉമ്മയുമില്ല വാപ്പയുമില്ല. ഉമ്മയും വാപ്പയും ഇല്ലാതെ സാധാരണ ഒരു പിടി കളിമണ്ണിൽ നിന്നും ഒരു ആദമിനെ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് കഴിഞ്ഞില്ലേ? അള്ളാഹ് ചോദിക്കാം, ഖലഖഹു മിൻ തുറാബ്. ഒരു പിടി കളിമണ്ണിൽ നിന്നും ഒരു ആദമിനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിച്ചില്ലേ? സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ആ പിടിമണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട രൂപത്തോട് മനുഷ്യനാകണമെന്ന് കൽപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മനുഷ്യനായില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിന്റെ ഉദരത്തിൽ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അവന്റെ റൂഹിനെ നിക്ഷേപിക്കുവാനും ഒരു കുഞ്ഞിനെ പടയ്ക്കുവാനും അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. നമുക്കാണല്ലോ പ്രയാസം, നമുക്കാണല്ലോ പാടില്ലാത്തത്. അള്ളാഹു പറയാ, ആ കുഞ്ഞ് പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. എനിക്ക് അള്ളാഹു ഗ്രന്ഥം തരാൻ പോവാണ്. ഏത് ഗ്രന്ഥം തരാൻ പോകുന്നത്? ഈസാ അലൈഹിസ്സലാമയ്ക്ക് ഇഞ്ചീൽ എന്ന ഗ്രന്ഥം തരാൻ പോവാണ്. വജഅലനി നബിയ്യ, എന്നെ അവൻ നബിയാക്കാൻ പോവുകയാണ്. വജഅലനി നബിയ്യ, എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് തരികയും നബിയാക്കുകയും ചെയ്തിട്ട് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരാദി ഇബാദത്തുകൾ, അള്ളാഹുവിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ജീവിതം കൃത്യമായി പാലിക്കണേ എന്ന് എന്നോട് പടച്ചവൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സക്കാത്ത് സദഖ പോലെയുള്ള മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ നന്നായി നിലനിർത്തണമേ എന്ന് അള്ളാഹു എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിന്റെ വസിയത്ത് സൂറത്ത് മറിയമിലൂടെ നമ്മളെ എന്തിനാ ഓതിക്കൽപ്പിക്കുന്നത്? നമുക്ക് നബി വന്നു, നമുക്ക് ഖുർആൻ വന്നു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിച്ച മാസമാണ് ഷഹ്റു റമദാൻ. ഈ റമദാനിൽ അള്ളാഹു നമുക്ക് അവസരം തരുന്നത്, ഖുർആൻ അവതരിപ്പിച്ചു തന്നത്, നമ്മുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നതും ഇതുപോലെ ആ മറിയം ബീവിയുടെ മടിയിൽ മലർന്നു കടന്നുകൊണ്ട് മനുഷ്യരോട് വർത്താനം പറയുന്ന കൊച്ചു കുഞ്ഞ് അദ്ദേഹത്തിന്റെ വായിലൂടെ പറയുന്ന അതേ സന്ദേശവും വസിയത്തുമാണ് ഈ ഇരിക്കുന്ന നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ളത്. നമ്മൾ അള്ളാഹുൽ വിശ്വസിക്കണം. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കണം. അവൻ വേണ്ടി വന്നാൽ ഉമ്മയിൽ നിന്നും വാപ്പയില്ലാതെ കുഞ്ഞിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കണം. വേണ്ടി വന്നാൽ ഉമ്മയും വാപ്പയും ഇല്ലാതെ മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്ന് മനസ്സിലാക്കണം. ഈ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തം അതാണ്. അള്ളാഹു അവൻ ഖുദ്റത്തുടയവനാണ്, കഴിവുറ്റവനാണ്. അള്ളാഹു വിചാരിച്ചാൽ എന്തും നടക്കും, അള്ളാഹു വിചാരിച്ചാൽ എന്തും നടക്കും എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാക്കണം. രണ്ടാമത്, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ നബിയുടെ പിന്നിൽ
കണ്ണുമടച്ച് കൈകെട്ടാൻ നമുക്ക് സാധിക്കണം. വജഅലനി നബിയ്യ, ഈസാ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിച്ചാൽ നമുക്കുമുണ്ടൊരു നബി. ആ നബി ഖാതിമുൻ നബിയ്യീനാണ്, അഷ്റഫുൽ ഖൽഖാണ്, സയ്യിദുൽ മുർസലീനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, തങ്ങളുടെ വചനങ്ങൾ, തങ്ങളുടെ ചര്യകൾ അത് നമ്മുടെ മാർഗമാണ്. അത് നമ്മുടെ മാർഗമായി നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധമായ ഗ്രന്ഥം, ആതാനിയൽ കിതാബ്, അള്ളാഹു നമുക്കൊരു ഗ്രന്ഥം തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥത്തെ നമ്മൾ മുറുകെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചിട്ട് അറിയാനാണ് പരിശുദ്ധ റമദാൻ നമുക്ക് തന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് നമുക്ക് റമദാൻ തന്നത്? അള്ളാഹുവിനെ കുറിച്ച് അറിയാനാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ ആ അറിവിന്റെ അനുബന്ധമായ നിലയിൽ നമ്മുടെ ഉള്ളകങ്ങളിലേക്ക് കൊത്തിവെക്കേണ്ടത് പ്രധാനമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ എന്നാണ്. ആതാനിയൽ കിതാബ്, ശ്രദ്ധിക്കുന്നോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ആതാനിയൽ കിതാബ് എന്താ? രണ്ട് കാര്യങ്ങൾ. നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഈ ഭൂമിയിൽ വിട്ടിട്ട് പോകുമ്പോൾ, നമ്മളെ ഈ ഭൂമിയിൽ വിട്ടിട്ട് പോകും എന്ന് പറഞ്ഞാൽ 10-23 വർഷക്കാലം നമ്മളുടെ പിന്നാലെ നടന്ന് നമ്മളുടെ ഈമാനും അമലും അഖ്ലാഖും മുആമലാത്തും മുആശറാത്തും ഒക്കെ പറഞ്ഞു നന്നാക്കാൻ ശ്രമിച്ചു അല്ലേ? നമ്മുടെ പിന്നാലെ നടന്നു. നമ്മളെ നിസ്കാരം പഠിപ്പിച്ചു, നമ്മളെ നോമ്പ് പഠിപ്പിച്ചു, നമ്മളെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു, നമ്മളെ മാതാപിതാക്കളോടുള്ള മര്യാദകൾ പഠിപ്പിച്ചു, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചു, നാട് ഭരിക്കാൻ പഠിപ്പിച്ചു, മൗലവിയാകാൻ പഠിപ്പിച്ചു, ഇമാമത്ത് നിൽക്കാൻ പഠിപ്പിച്ചു, ബാങ്ക് കൊടുക്കാൻ പഠിപ്പിച്ചു. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? പ്രിയപ്പെട്ടവരെ, ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മളുടെ പിന്നാലെ നടന്ന് ഒരു കാര്യവും വിട്ടുകളയാതെ എല്ലാ നന്മകളും നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ ശീലിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ പിന്നാലെ അതിനുവേണ്ടി കറങ്ങി നടന്നപ്പോൾ നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ പലതും മറന്നുപോയി. അങ്ങനെയല്ലേ? സ്വന്തം കാര്യങ്ങൾ പലതും മറന്നുപോയി. ഞാൻ നേരത്തെ സംസാരിച്ച സദസ്സിൽ പറഞ്ഞത്, ഇന്ന് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഓടുകയാണ്, നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടി ഓടുകയാണ്, നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഓടുകയാണ്. ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ ചിലപ്പോൾ നമ്മളെ മറന്നു പോകാറുണ്ട് അല്ലേ? നമ്മൾ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും, ചിലപ്പം കൃത്യമായി മരുന്ന് കഴിക്കാൻ മറന്നുപോകും, ചിലപ്പം നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യാൻ മറന്നുപോകും. അവസാനം അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യം തരുമാറാകട്ടെ. ചില സഹോദരങ്ങൾ പണിയെടുക്കാൻ, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് കുടുംബത്തെ നാട്ടിലാക്കിയിട്ട് അവര് അക്കരെ കടന്നു, അറബിക്ക് അടിമപ്പണിയെടുത്തു അല്ലെ? കടുപ്പപ്പെട്ട ചൂടിന്റെ മരുഭൂമിയിലെ പ്രയത്നത്തിൽ അവർ കഷ്ടപ്പെട്ടു, പണമുണ്ടാക്കി. അവർ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിഞ്ഞപ്പോൾ, റിയാല് ദിർഹമുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്വന്തം ജീവിതമാണ് അല്ലേ? സ്വന്തം ജീവിതമാണ്. പല സഹോദരങ്ങളും കുറെ കാലം അവിടെ പണിയെടുത്തിട്ട് നാട്ടിലൊരു നല്ല പുരയുണ്ടാക്കി, മക്കളെയൊക്കെ പഠിപ്പിച്ചു, മക്കളെ കെട്ടിച്ചയച്ചു, മക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പല സഹോദരങ്ങളും പറയാറുണ്ട്, തിരിച്ചു വരുമ്പോൾ 1-2 ക്വാർട്ടേഴ്സ് ഉണ്ട്, വരുമാനം കിട്ടും, വാടക കിട്ടും, എന്നിട്ട് പീഡിയ മുറിയുണ്ട്, വാടക കിട്ടും, ഇനിയിപ്പോ നാട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഭാര്യയും മക്കളും ഒക്കെ കൂട്ടത്തിൽ ജീവിക്കാം എന്ന് വിചാരിച്ചിട്ട് എക്സിറ്റ് അടിച്ചിട്ട് നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ വന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്, നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ കുറെ കാലത്തെ സ്വപ്നങ്ങൾ അനുസരിച്ചിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് തലവേദന വരുന്നു അല്ലെ, മൂത്രക്കടച്ചിൽ വരുന്നു, ആശുപത്രിയിൽ പോകുന്നു, പരിശോധിക്കുന്നു. പരിശോധനയ്ക്ക് ശേഷം ചില ആളുകൾക്ക് ബ്ലോക്ക് എന്ന് പറയുന്നു, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു, ഹാർട്ട് ഫെയിലിയർ ആയി എന്ന് പറയുന്നു, ചില ആളുകൾ കിഡ്നി പോയി എന്ന് പറയുന്നു, ചില ആളുകൾ അവരുടെ ലിവർ ഫെയിലിയർ ആയി എന്ന് പറയുന്നു. പല പല രോഗങ്ങളുടെ പേരിൽ അടിമപ്പെടുകയും അവൻ മൂലയ്ക്കാവുകയും ചെയ്യുന്നു. താൻ ഇത്രയും കാലം കഠിനപ്രയത്നം ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളെല്ലാം ബെഡിലായി പോകുന്നു. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നിലയിൽ രോഗികളായി കിടക്കുന്ന നമ്മുടെ പ്രിയങ്കരായ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾക്കൊക്കെ അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കിത് സംഭവിക്കാറുണ്ട്. നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി, നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടി കഠിനമായ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ നടത്തിയിട്ട് അവസാനം നമ്മളെ മറന്നു പോവുകയും നമ്മുടെ ജീവിതം ഇങ്ങനെ മൂലയിലാവുകയും രോഗശയ്യയിലാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ഹബീബായ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം ലോകത്തെ കോടാനകോടി മനുഷ്യ വിഭാഗത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജീവിതം ഒഴിഞ്ഞു വെച്ചു പണിയെടുത്തു, പാടുപെട്ടു. രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞു, പകല് പട്ടിണി കിടന്നു,
ഒന്നും 2 ദിവസത്തെ പട്ടിണിയാണോ? റമദാൻ മാസത്തിന്റെ പട്ടിണിയാണോ പ്രിയപ്പെട്ടവരെ? റമദാൻ മാസത്തിന്റെ പട്ടിണിയാണ്. അത്താഴം കഴിക്കുന്നത് ബാങ്ക് കൊടുക്കുന്നത് വരെ നീട്ടിയാൽ കുഴപ്പമുണ്ടോ ഉസ്താദേ എന്നൊരാൾ ചോദിച്ചു രാവിലെ. ബാങ്ക് കൊടുക്കാനായോ എന്ന് ചോദിക്കാം. ബാങ്ക് കൊടുക്കുന്നത് വരെ അത്താഴം കഴിച്ചിട്ട് ബാങ്ക് കൊടുത്തോ എന്ന് നോക്കി കയ്യിൽ കടിയും പൊക്കി പിടിച്ചുകൊണ്ട് കൊടുത്തു എന്ന് തോന്നുമ്പോ തന്നെ വേഗം തിന്ന. അങ്ങനെയാണല്ലോ നമ്മുടെ നോമ്പ്. എങ്ങനെ? ബാങ്ക് കൊടുക്കുന്നത് വരെ കഴിക്കുക, ബാങ്ക് കൊടുത്തോ എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ കടി പിടിച്ചുകൊണ്ടിരിക്കുക, കടിക്കുക. നമുക്ക് കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടുക, അല്ലെ? തിന്ന് നമ്മുടെ രോഗങ്ങൾ വർദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്താഴം കഴിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, നോമ്പ് തുറക്കാനും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ, റമദാൻ മാസത്തിലല്ല കേട്ടോ, റമദാൻ മാസത്തിലല്ല, ചില ദിവസങ്ങളിൽ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹിക്ക് ശേഷം സഹാബത്തിനെ കൂട്ടിയിരുത്തി അവർക്ക് ദീനിയായ തഅലീമ് നൽകി, തർബിയത്ത് നൽകി, ദീനിയായ പ്രവർത്തനങ്ങളിലൊക്കെ ബന്ധപ്പെട്ട്, ഒരു പക്ഷേ നമ്മൾ ഓടി വരുന്നത് പോലെ സലാം വീട്ടിയപാട് ഓടിക്ക് വരക്കേക്ക് വരുത്തൊന്നും ഇല്ലല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് പ്രതീക്ഷയോടുകൂടി വീട്ടിലേക്ക് വരും. എന്നിട്ട് ഭാര്യമാരോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ ദിവസം? കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് വീട്ടിൽ നിന്ന് മറുപടി പറയുന്നതെങ്കിൽ ഒന്നുമില്ല, എന്നത്തെയും പോലെ ഇന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കഴിക്കാനും കുടിക്കാനും വല്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്താ മറുപടി പറയാ? ഹലോ, അങ്ങനെ ചോദിക്കുമ്പോഴേ ഇവിടെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരണ്ടേ, എന്തെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചിട്ടല്ലേ വന്ന് ചോദിക്കാം. അങ്ങനെ വന്ന് ചോദിക്കല. ഞാൻ എന്താ വേണ്ടത്? പണിയെടുക്കാൻ പോണോ? ഞാൻ എന്താ വേണ്ടത്? ഇറക്കാൻ പോണോ? ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ എന്താ വേണ്ടത്? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും അങ്ങനത്തെ വർത്താനമൊന്നും വന്നില്ല. വേദനയോടെ, ലജ്ജയോടെ കുടുംബത്തിൽ നിന്നും നമ്മളുടെ ബഹുമാന്യരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ ആളുകൾ ഇങ്ങനെ, ഇല്ല നബിയെ, ഇന്നത്തെ ദിവസം ഒന്നുമില്ല, പട്ടിണി, നമ്മുടെ വീട്ടിൽ കുടിക്കാനും ഒന്നുമില്ല, തിന്നാനും ഒന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, എന്നാ പിന്നെ ആയിഷ, ഇന്ന് ഞാൻ നോമ്പെടുത്തേക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ സംബോധന ചെയ്തുകൊണ്ട് പറയാറുണ്ട്, സുന്നത്ത് നോമ്പിനെ കുറിച്ചിട്ട്, സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചിട്ട്, അതിന്റെ സമയത്തെയും അതിന്റെ എണ്ണത്തെയും സംബന്ധിച്ചിട്ട് നമ്മൾ അധികം തർക്കിക്കാനൊന്നും നിൽക്കണ്ട, അല്ലെ? രാത്രി നിസ്കാരം എത്ര വേണം? 8 വേണോ? 11 വേണോ? അല്ല 23 വേണോ? 20 വേണോ? തർക്കിക്കാനൊന്നും നിൽക്കണ്ട. എന്താ കാരണം എന്നറിയോ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാത്രിയിലെ നമസ്കാരത്തെ നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ, പഠിക്കാൻ ശ്രമിച്ചാൽ, എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് 8ഉം 3ഉം 11 എന്ന് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളായിരുന്നില്ല. നമ്മൾ നിസ്കരിക്കുന്നത് പോലെ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷം പെട്ടെന്ന് തീരുന്നത് ഏതാണെന്ന് ആലോചിച്ചിട്ട് വേഗം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് നിസ്കരിക്കുന്ന രീതിയുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരത്തിന്റെ എണ്ണം കൃത്യമായ നിലയിൽ കണക്കാക്കുന്നതിൽ ഇന്നും ചെറിയ ചെറിയ തർക്കം നമ്മുടെ സമുദായത്തിൽ നിലനിൽക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. സഹാബാക്കൾ എണ്ണാൻ കഴിയുമായിരുന്നില്ല. മറിച്ച് രാത്രി മുഴുവൻ നിന്ന് വന്ന് കൈകെട്ടും, നിസ്കാരത്തിൽ ഇങ്ങനെ ഓതലിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ദീർഘമായ നിലയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിൽ കരഞ്ഞ് നേരം വെളുപ്പിക്കും. ചില ദിവസങ്ങളിൽ ഒറ്റ ആയത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം വെളുപ്പിച്ചു എന്നാണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന വചനം ഓതി നേരം വെളുപ്പിച്ചു. നേരം വെളുക്കുമ്പോൾ സുബഹിയുടെ സമയത്തിന് തൊട്ടു മുമ്പ് വാതിലിൽ മുട്ടിയിട്ട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവർ സമയമായി എന്ന് പറഞ്ഞാൽ തൽക്കാലം നിസ്കാരം മതിയാക്കി പള്ളിയിലേക്ക് പോകുമായിരുന്നു. വലംതു സുന്നതമൻ അഹയ്യബനാമ ഇലാ അനിഷ്തഖത് ഖദമാഹും മുർറമിൻ വറമീ. പറയാറില്ലേ നമ്മൾ, വലംതു സുന്നതമൻ അഹയ്യബനാമ ഇലാ അനിഷ്തഖത് ഖദമാഹും മുർറമിൻ വറമീ. ഞാൻ ഏതൊരു നബിയെ കുറിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്, ഏതൊരു നബിയോടാണ് ഞാൻ സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നത്, ഏതൊരു നബിയെ കുറിച്ചിട്ടാണ് ഞാൻ വാചാലനാകുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് അക്രമം പ്രവർത്തിച്ചവനാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാചക കസറത്തുകളായിരുന്നില്ല, വാചാലതയായിരുന്നില്ല, വലിയ വലിയ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമായിരുന്നില്ല നമുക്ക് ഓർക്കാനുള്ളത്.
നബി തങ്ങളുടെ രാവുകൾ നമ്മൾ പരിശോധിച്ചാൽ രാത്രിയെല്ലാം തങ്ങൾ നിന്ന് നമസ്കരിക്കുമായിരുന്നു. അനിഷ്തഖത്ത് ഖദമാഹു ദുർറ മിൻ വറമി, അനിഷ്തഖത്ത് ഖദമാഹു ദുർറ മിൻ വറമി. രണ്ട് കാലുകളും വണ്ണം വെക്കുവോളം, നീര് കെട്ടി വണ്ണം വെക്കുവോളം തങ്ങൾ നിന്ന് നമസ്കരിക്കുമായിരുന്നു. കാല് വണ്ണം വെക്കും, പക്ഷെ തങ്ങൾ അറിയാറില്ല, തങ്ങൾ നിസ്കാരത്തിൽ തന്നെയായിരുന്നു. അതുപോലെ പകല് സമയത്ത് ചിലപ്പോൾ സുന്നത്തായ നോമ്പുകൾ അവിടുന്ന് വർദ്ധിപ്പിക്കുമായിരുന്നു. അതിനൊരു കാരണമായി ഹദീസുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, വീട്ടിൽ വന്നിട്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ സുന്നത്ത് നോമ്പ് വെച്ചോളാം. അതുകൊണ്ടാണ് ഫുഖഹാക്കളായ മഹാന്മാര് സുന്നത്തായ നോമ്പാണെങ്കിൽ ദുഹർ വരെയും നിയത്ത് വെക്കാന്നൊക്കെ പറയാറില്ലേ? നമ്മൾ പണ്ട് ഫിഖ് പഠിച്ചപ്പോ, മദ്രസയിൽ ഫിഖ് പഠിച്ചപ്പോ, ഫറദായ നോമ്പാണെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ നിയത്ത് വെക്കണം, സുന്നത്തായ നോമ്പാണെങ്കിൽ ദുഹറിന് മുമ്പ് വരെ നിയത്ത് വെക്കാം. എന്തുകൊണ്ടാണ് മസ്അല വന്നത്, എന്തുകൊണ്ടാണ് ചർച്ച വന്നത്, എന്തുകൊണ്ടാണ് നിയമത്തെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കേണ്ടി വന്നത്? മറ്റൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ മുഴുപട്ടിണി, കുടുംബത്തിലെ മുഴുപട്ടിണി, തിന്നാനും കുടിക്കാനും ഒന്നുമില്ല എന്നറിയുമ്പോൾ അവിടെ നിന്നാ പിന്നെ നോമ്പ് വെച്ചേക്കാമെന്ന് നിയത്ത് വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു പക്ഷേ ഞാൻ നിങ്ങളും അടങ്ങുന്ന പുതിയ സമൂഹത്തിലെ കുടുംബനാഥന്മാര് അവരുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്നതിന്റെ ഇടയിൽ അവരുടെ ജീവിതം മറക്കുകയും അവർ രോഗികളായി മാറുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും പോറ്റി വളർത്താൻ വേണ്ടി, എന്നെയും നിങ്ങളെയും നല്ലവരാക്കാൻ വേണ്ടി, എന്നെയും നിങ്ങളെയും ഖുർആൻ പഠിപ്പിച്ചിട്ട് സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തപ്പോൾ അവിടുത്തെ ജീവിതം മറന്നുപോയി, കുടുംബത്തെ മറന്നുപോയി, കുടുംബത്തിന്റെ പട്ടിണി മറന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിലയിലൊക്കെ നമുക്ക് സമ്മാനിച്ച പരിശുദ്ധമായ ഈ ദീനിനെ ഞാൻ നിങ്ങൾ ബോധ്യപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞത്, 23 വർഷക്കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പോറ്റി വളർത്തിയിട്ട് നമ്മളെ ഇവിടെ വിട്ടിട്ട് പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി നമുക്കൊരു തണല് പോലെ തങ്ങൾ തന്ന ഉപദേശമുണ്ട്. അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ, ലൻ തദല്ലു മാ തമസ്. ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടിട്ട് പോവുകയാണ്. 2 കാര്യങ്ങൾ, അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപഴച്ചു പോവുകയില്ല, അതെന്താണെന്നറിയോ? 2 കാര്യങ്ങൾ. ഞാൻ എന്റെ മക്കൾ എന്റെ കാലത്തിന് ശേഷം നന്നാകാൻ വേണ്ടിയിട്ട് അവർക്ക് വരുമാനം കിട്ടുന്ന വാടക ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് വരുമാനം കിട്ടുന്ന ചില ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. മക്കളെ അതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടത്തിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരൂല എന്നൊരു ഉപ്പ പറയുന്നത് പോലെ നമ്മളെ മക്കളെക്കാളേറെ സ്നേഹിച്ചു പോറ്റി വളർത്തിയ നമ്മളുടെ കണ്ണിലുണ്ണിയായ കരളിന്റെ കഷ്ണമായ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഉമ്മത്തികളെ, ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 2 കാര്യങ്ങൾ വിട്ടിട്ട് പോവുകയാണ്. ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമാണ്, പരിശുദ്ധ ഖുർആനാണ്. മറ്റൊന്ന് എന്റെ ജീവിതമാണ്, സുന്നത്താണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപഴച്ചു പോകും. അള്ളാഹു അത് മുറുകെ പിടിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാണ്. നമ്മളിത് പറഞ്ഞു വന്നത് എവിടെയാണ്? ഈസ അലൈഹിസ്സലാം എന്ന കൊച്ചു കിടാവ് ഉമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ടോ തൊട്ടിലിൽ കിടന്നുകൊണ്ടോ പറയുന്ന വചനത്തിൽ എനിക്ക് ആദ്യം അള്ളാഹുവിന്റെ ഖുദ്റത്തുകളെ കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി, നബിയുടെ വരവിനെ കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി, അതുപോലെ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവതരണത്തെ കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി. ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഒരു നല്ല അടിമയാകണമേ എന്ന സന്ദേശം അള്ളാഹു നമുക്ക് ഈസ അലൈഹിസ്സലാമയുടെ കൊച്ചു പ്രായത്തിൽ ഭൂമിയിൽ നടത്തിയ ആ സംഭാഷണത്തിലൂടെ നൽകുകയുണ്ടായി. ഇതിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിനുശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാന് നബിയാണ്, ഖുർആൻ അഥവാ ഗ്രന്ഥവുമായി വന്ന ആളാണ്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സലാത്ത്, നമസ്കാരാദി കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കണം. സകാത്ത് പോലെയുള്ള സാമ്പത്തിക നിയമങ്ങൾ കൃത്യമായി ഞാൻ പാലിക്കണം. അത് ഞാൻ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം മുറുകെ പിടിക്കണമേ എന്ന് എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ജീവിച്ചിരിക്കാൻ അവസരം കിട്ടിയെന്ന് നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ലേ? നമ്മളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തിന് ജീവിച്ചിരിക്കണമെന്ന് ആലോചിക്കാനാണ് ഈ ആയത്തുകളൊക്കെ ഓതിയത്. എന്തിന് ജീവിച്ചിരിക്കണം? ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ജീവിച്ചിരിക്കുന്നത് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണോ? പണിയെടുക്കാൻ വേണ്ടിയാണോ? പ്രസംഗിക്കാൻ വേണ്ടിയാണോ? അല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ നന്മകളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ നന്മകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. മാ ദുംതു ഹയ്യ. അതോടൊപ്പം തന്നെ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ അസിയ്യ. ഞാൻ വലിയ നിസ്കാരക്കാരനാ, നോമ്പുകാരനാ,
വലിയ പ്രാസംഗികന, ഞാൻ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നില്ലെങ്കിൽ, മുബറം ബിവാലിദതി, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നില്ലെങ്കിൽ, മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് സഹായങ്ങളും സഹകരണങ്ങളും നൽകുന്നില്ലെങ്കിൽ, ഞാൻ പിന്നെ എന്ത് നിസ്കരിച്ചിട്ടെന്താ കാര്യം? ഇതൊക്കെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ മാതാപിതാക്കളോടും മറ്റുള്ള മനുഷ്യരോടും നല്ല നിലയിൽ പെരുമാറണമേ എന്ന് അല്ലാഹു എനിക്ക് ബോധനം നൽകി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വചനം സലാമുൻ അലയ്യ യൗമ ഉലിദ്തു വയൗമ അമൂതു വയൗമ ഉബഅസു ഹയ്യ. ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ്. ഞാൻ ജീവിച്ച ദിവസം അഥവാ ജനിച്ച ദിവസം അതിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സലാമും രക്ഷയും എനിക്കുണ്ടാകണം. ഞാൻ ഇനി മരിക്കുന്ന ദിവസം ഉണ്ടല്ലോ, മരിക്കുന്ന ദിവസം, ആ മരിക്കുന്ന ദിവസത്തിലും എനിക്ക് എന്റെ റബ്ബിന്റെ ഭാഗത്തുള്ള സലാമും രക്ഷയും ഉണ്ടാകണം. അതും കഴിഞ്ഞാൽ നാളെ പരലോകത്ത് പടച്ചവന്റെ സന്നിധിയിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് എന്റെ റബ്ബിന്റെ ഭാഗത്തുള്ള രക്ഷയും സമാധാനവും ഉണ്ടാകണം. അതാണ് വാസ്തവത്തിൽ ഈ ഇരിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം. അതിൽ മഹാനായ ഈസ അലൈഹിസ്സലാമയെ കൊണ്ട് പറയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു സന്ദേശം എന്താ പറയുക പ്രിയപ്പെട്ടവരെ? ഒരു പക്ഷേ ജനിച്ചപ്പോൾ കുടിലാണ് ജനിച്ചത് എന്ന് വിചാരിച്ചോ? സാരമില്ല. ജനിച്ചപ്പോൾ വാപ്പയില്ലാതെ അനാഥനായിട്ടാണ് ജനിച്ചതെന്ന് വിചാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ജനിച്ചപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടി കൊണ്ടു നടക്കാനും മാത്രം വലിയ പരിവാരങ്ങളും കുടുംബങ്ങളും ഒന്നുമില്ലാത്ത നിലയിൽ ഒറ്റപ്പെട്ടവനായിട്ടാണ് ജനിച്ചതെന്ന് വിചാരിച്ചോളൂ, കുഴപ്പമില്ല. അതിനുശേഷം ജീവിച്ചപ്പോഴും അങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷേ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു സാധാരണക്കാരനായിരുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു തൊഴിലാളിയായിരുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ഞാന് ജീവിത പ്രയാസങ്ങളുള്ളവനായിരുന്നു. അതിന്റെയും അപ്പുറത്തേക്ക് ചിലപ്പോൾ ജീവിച്ചപ്പോൾ ഞാൻ രോഗിയായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവനായിരുന്നു, കടങ്ങളും കഷ്ടപ്പാടുകളുള്ളവനായിരുന്നു, ഒക്കെയാണ്. പക്ഷേ ജീവിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി അവന്റെ സലാമത്ത് ലഭിക്കാനുള്ള, രക്ഷ കിട്ടാനുള്ള, അനുഗ്രഹം ലഭിക്കാനുള്ള വഴിയിലാണ് ഞാൻ ജീവിച്ചതെങ്കിൽ എന്റെ ജീവിതം സന്തോഷകരമായി. ആ സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ ജീവിതം സന്തോഷകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭത്തിൽ നമ്മൾ പറഞ്ഞു കേൾപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമ്മുടെ ജീവിതം ആകെ എണ്ണി കണക്കാക്കാൻ ശ്രമിച്ചാൽ വളരെ കുറഞ്ഞ ഒരു കാലത്തേക്കുള്ള ജീവിതമാണ്, വളരെ കുറഞ്ഞ ഒരു കാലത്തേക്കുള്ള ജീവിതമാണ്. റമദാനിനെ കുറിച്ചിട്ട് നമ്മൾ പറയാറുള്ളത് 29 അല്ലെങ്കിൽ 30 ദിവസം എന്നാണ്. 29 അല്ലെങ്കിൽ 30 ദിവസം. ഈ 29-30 ദിവസം കൊണ്ട് തീർന്നു പോകുന്ന ഒരു മാസമാണ് റമദാൻ എന്ന് നമുക്ക് നന്നായി അറിയാവുന്നതുപോലെ പ്രിയപ്പെട്ടവരെ, 60-70 വർഷം കൊണ്ട് തീർന്നു പോകുന്ന ഒരായുസാണ് നമ്മുടെ കയ്യിൽ ആകെയുള്ളത്. ഈ ആയുസിൽ എത്ര റമദാൻ നമുക്ക് കിട്ടി, ഇനി എത്ര റമദാൻ ബാക്കിയുണ്ടെന്ന് എങ്ങനെ അറിയാം നമുക്ക്? ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ റമദാനിനെ ഏറ്റവും ഉയർന്ന നിലയിൽ ഉപയോഗപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. റമദാനിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ എന്താണെന്ന് നമ്മൾ അറിയണം, ഓർക്കണം. ഇന്ന് റമദാൻ 1 ഇന്ന് മുതൽക്ക് തന്നെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം, ഗഫ്ലത്ത് മാറ്റണം, അശ്രദ്ധ മാറ്റണം. ഒരു സമയവും പാഴാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങനെ പാഴാക്കാൻ സമയങ്ങളില്ല. നമ്മളുടെ ജീവിതം വിലപ്പെട്ടതാണ്, സമയം വിലപ്പെട്ടതാണ്, ആരോഗ്യം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ വഅല الذين يطيقونه فدية طعام مسكين ومن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാഹു പറയാ, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കൂ, എത്ര ആളുകൾ രോഗശയ്യയിലാണ്, എത്ര ആളുകൾ യാത്രയിലാണ്, എത്ര ആളുകൾ ജീവിത പ്രയാസങ്ങളിലും പ്രാരാബ്ദങ്ങളിലുമാണ്. അവർക്ക് കഴിയാതെ പോകുന്ന ചില സംഗതികളെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ നന്നായി നോമ്പെടുക്കണം. ആദ്യത്തെ കാര്യം അതാ പറയും. ആദ്യത്തെ കാര്യം എണ്ണി പറയാം, തുടക്കമാണല്ലോ, സമയം കുറെ ഇരിക്കാൻ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമല്ലോ അല്ലെ? അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വേഗം. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ബഖറയുടെ വചനത്തിലൂടെ പരിശുദ്ധ റമദാനിനെ കുറിച്ചിട്ട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അവതരിച്ച ആയത്തുകളിൽ അതിനുശേഷം വന്ന ഓരോ വചനങ്ങളിലുമായി അള്ളാഹു നമുക്ക് നൽകുന്ന പ്രത്യേക ഉപദേശങ്ങൾ. ഒന്നാമത്തത്, ഈ മാസത്തിലെ പകലിൽ നമ്മൾ കൃത്യമായി നോമ്പനുഷ്ഠിക്കണമേ എന്നുള്ളത്. നോമ്പ് ഫറദാണ്, നോമ്പ് നിർബന്ധമാണ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സ്തംഭമാണ് നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ
നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സുബഹി ബാങ്ക് കൊടുക്കുന്നത് മുതൽ മഗ്രിബ് ബാങ്ക് കേൾക്കുന്നത് വരെയുള്ള സമയത്ത് പകൽ നേരത്ത് പട്ടിണി ഇരിക്കലാണ്, ആഹാരപാനീയങ്ങളിൽ നിന്നും അകന്നു നിൽക്കലാണ്, ആവശ്യ പൂർത്തീകരണങ്ങളിൽ നിന്നും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കലാണ്. പക്ഷേ അത് ബാഹ്യമായ ഒരു നോമ്പിന്റെ രൂപം മാത്രമാണ്. അതുകൊണ്ട് മാത്രം ഈ റമദാനിന്റെ മഹാത്മ്യത്തെ ഉൾക്കൊള്ളാൻ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. റുബ്ബ സായിം, അല്ലാഹുവിന്റെ റസൂൽ പറയാ, എത്ര നോമ്പുകാരുണ്ട്, അവന്റെ നോമ്പ് മുഖേന അവന് വെറും പട്ടിണി മാത്രമേ കിട്ടിയുള്ളൂ. അവന്റെ നോമ്പ് മുഖേന അവന് വെറും പട്ടിണി മാത്രമേ കിട്ടിയുള്ളൂ. വൈകുന്നേരമായപ്പോൾ കൂലി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. കൂലി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ കൂലി തന്നതിൽ ഒരുപാട് കുറവുകൾ കണ്ടു. അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ട് ആർഗ്യുമെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്ത ഡ്യൂട്ടി ഒന്നും നന്നായില്ല എന്നോ, നമ്മൾ ചെയ്ത ഡ്യൂട്ടി ഒന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഒരാള് ഓഫീസിൽ ജോലിക്ക് വേണ്ടി വന്നു. വരുമ്പോൾ കൃത്യമായ നിലയിൽ പഞ്ച് ചെയ്തിട്ട് അതിനെ നോട്ട് ചെയ്തിട്ട് വേണം അയാൾ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഒരു ദിവസം അയാൾ കറക്റ്റ് സമയത്ത് വന്നു, കൃത്യമായി ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ജോലിയും കഷ്ടപ്പെട്ട് കഠിനമായ നിലയിൽ ചെയ്തു. വൈകുന്നേരമായപ്പോൾ അല്ലെങ്കിൽ മാസം എത്തിയപ്പോൾ അയാളുടെ സാലറി ലിസ്റ്റ് വന്നപ്പം ആ ദിവസം ഇല്ല. എന്താ സംഗതി എന്ന് അന്വേഷിച്ചു പോയപ്പം അന്നത്തെ ദിവസം അയാൾ പഞ്ച് ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കും. പഞ്ച് ചെയ്യാൻ മറന്നുപോയി. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം വെച്ച് പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും മനസ്സിലാവും. പഞ്ച് ചെയ്യാൻ മറന്നു. സംഗതി മറ്റുള്ള ദിവസത്തെ പോലെ തന്നെ കൃത്യമായി ഞാൻ വന്നു, ഹാജരായി, പണിയെടുത്തു, ക്ഷീണം ബാധിച്ചു, സമയം മെനക്കെടുത്തി. പക്ഷേ എന്റെ സാലറി ലിസ്റ്റിൽ ആ ദിവസം അവഗണിക്കപ്പെട്ടു പോയി. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പഞ്ച് ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. പഞ്ച് ചെയ്യാൻ മറന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ചില ആളുകൾ രാവിലെ മുതൽ പട്ടിണി കിടക്കുന്നു, വൈകുന്നേരം വരെ പട്ടിണി കിടന്നു. നോമ്പ് പിടിച്ചത് സുബഹി മുതലാണ്, നോമ്പ് തുറന്നത് മഗ്രിബ് ബാങ്ക് കേട്ടപ്പോഴാണ്. പക്ഷേ അതിന്റെ പ്രൈസ് ലിസ്റ്റ് വന്നപ്പം, അതിന്റെ സമ്മാനത്തിന്റെ ലിസ്റ്റ് വന്നപ്പം, പ്രതിഫലത്തിന്റെ ദിവസത്തിൽ നിന്റെ നോമ്പ് ഒഴിവാക്കപ്പെട്ടുപോയി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ നോമ്പ് വെച്ചു എന്നുള്ളത് ശരിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരാള് മോശപ്പെട്ട വർത്തമാനത്തിൽ നിന്നും തന്റെ നാവിനെ സൂക്ഷിക്കാതിരിക്കുകയും വൃത്തികെട്ട വർത്തമാനങ്ങളിൽ നിന്നും തന്റെ നാവിനെ സൂക്ഷിക്കാതിരിക്കുകയും വൽ അമല ബിഹി, അങ്ങനത്തെ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും തന്റെ ശരീരത്തെ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ, അവൻ വെറുതെ ആഹാരപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല എന്ന് പറഞ്ഞു. അള്ളാഹ്ക്ക് ഒരു പ്രത്യേക ഒരു ഗുണമില്ല. അള്ളാഹ്ക്ക് എന്താ ഗുണം? നിങ്ങൾ പട്ടിണിയിരുന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ബാഹ്യമായ നോമ്പിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഒപ്പം ആന്തരികമായ നിലയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിക്കണം. നിങ്ങൾ തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാഹ്യമായ തഖ്വയും ആന്തരികമായ തഖ്വയും. നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, കാതുകളെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം, ചിന്തകളെ സൂക്ഷിക്കണം, എല്ലാം സൂക്ഷിക്കണം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്ന സമഅ വൽ ബസർ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതുകൊണ്ട് നോമ്പ് വളരെ പ്രധാനപ്പെട്ട അമലാണ്. റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള അമൽ ഇതാണ്. നോമ്പ് പിടിച്ചുകൊണ്ട് വർത്താനം നന്നാക്കണം, പെരുമാറ്റം നന്നാക്കണം, സ്വഭാവം നന്നാക്കണം. ഒരു നിലയിലുള്ള വൃത്തികേടുകളിലും പാപകർമ്മങ്ങളിലും കുടുങ്ങിപ്പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അമൽ എന്താണ്? രണ്ടാമത്തെ അമല് പരിശുദ്ധ ഖുർആൻ അധികമായി ഓതണമേ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അധികമായിട്ട് ഓതണം. കാരണം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഈ മാസത്തിൽ നമ്മൾ അധികമായി ഖുർആൻ ഓതണം. ഓരോരുത്തരും നിർബന്ധമായും അധികമായി ഖുർആൻ ഓതുന്ന ശീലമുള്ളവരായി മാറണം. ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒഴിവുണ്ടെന്ന് വിചാരിക്കരുത്. അവർ നിർബന്ധമായും ഈ റമദാനിൽ ഖുർആൻ പഠിക്കാൻ മെനക്കെടണം. തീരെ നിവൃത്തിയില്ലാത്ത സഹോദരങ്ങൾ ഖുർആൻ നിവർത്തി വെച്ചിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയണം. ഖുർആനുമായുള്ള ബന്ധം നിർബന്ധമായും പരിശുദ്ധ റമദാനിൽ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ചുരുക്കി പറയാണ്, സമയം കുറവായതുകൊണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട അമല് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, രാത്രിയിലെ തറാവീഹ് നമസ്കാരമാണ്, തഹജ്ജുദ് നമസ്കാരമാണ്. പകലെല്ലാം പട്ടിണി ഇരുന്നു കൊണ്ട് പടച്ചവന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനും അവൻ തരുന്ന റഹ്മത്തുകളെ നേടിയെടുക്കാനും വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യർ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് പകരം
വീണ്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആശിച്ചുകൊണ്ട് അവങ്കലേക്ക് തിരിയുകയാണ്. തറാവീഹ് നമസ്കാരം അധികരിച്ച നന്മയ്ക്കുള്ളതാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തറാവീഹ് നമസ്കാരത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് വന്ന ഹദീസുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ 15 ദിവസം ഇനി നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഓരോരോ ഹദീസുകളെ കുറിച്ച് നമുക്ക് പറയാൻ ശ്രമിക്കാം. എത്ര വലിയ പ്രതിഫലമാണ് തറാവീഹ് നമസ്കാരം. അത് നമ്മൾക്ക് നിർബന്ധമല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലെ ഒരു നിർബന്ധ പതിവാക്കി മാറ്റണം. റമദാനിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അമലും കൂടിയാണ്. അതുകൊണ്ട് തറാവീഹ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം. കൂടുതൽ ഖുർആൻ ഓതി നിസ്കരിക്കുന്ന പള്ളികളിൽ പോകണം. അല്ലാതെ പെട്ടെന്ന് തീരുന്ന പള്ളികൾ സെലക്ട് ചെയ്തിട്ട് അവിടെ പോയിട്ട് പണിയൊപ്പിച്ചിട്ട് വരുത്തല്ല. കൂടുതൽ ഖുർആൻ ഓതുന്ന പള്ളികളിൽ പോയി കൂടുതൽ ഖുർആൻ ഓതാൻ ശ്രമിക്കണം. റമദാനിലെ തറാവീഹ് നമസ്കാരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കുന്നത് പ്രബലമായ സുന്നത്താണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ നമ്മൾ നിസ്കാരത്തിൽ ഓതി കേൾക്കണം. തറാവീഹ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട അമലാണ്. പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട അമല് റമദാൻ മാസത്തിൽ നമ്മൾ ദുആകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ദുആകൾ വർദ്ധിപ്പിക്കുക. കാരണം ഞാനിതൊക്കെ പറയുന്നത് സൂറത്തുൽ ബഖറയുടെ വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ്. ദുആ വർദ്ധിപ്പിക്കണം. ദുആ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഒരു നോമ്പുകാരൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അള്ളാഹു റദ്ദ് ചെയ്യുകയില്ല. അസ്സായിമു ഹത്താ യുഫ്തിർ എന്നാണ് പറഞ്ഞത്. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെയും ചെയ്യുന്ന അവന്റെ ദുആകളെല്ലാം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും, അത് തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് നമ്മൾ മടിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മനം തുറന്നുകൊണ്ട് ദുആ ഇറക്കുന്ന ഒരു പതിവുണ്ടാക്കണം. ദുആ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന അമലാണ്. അല്ലാതെ ഏതെങ്കിലും ഉസ്താദന്മാരുടെ മാത്രം ജോലിയും ബാധ്യതയൊന്നും അല്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ അറിയുന്ന ഭാഷയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യണം. ദുആ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അമലുകളുടെ ഒക്കെ സത്തയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുആയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സമയം തഹജ്ജുദിന്റെ സമയമാണ്, അത്താഴത്തിന്റെ സമയമാണ്. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ, അത്താഴം സുന്നത്താണല്ലോ, അത്താഴം കഴിക്കുന്നത് സുന്നത്താണ്, അതും പ്രത്യേക അമലാണ്. ആഹാരമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും സുന്നത്താണ് എന്ന നിയ്യത്തോടുകൂടി അത്താഴം കഴിക്കണം. കഴിക്കുമ്പോൾ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും, അതിൽ ബറക്കത്തുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വെറും അത്താഴം കഴിക്കൽ മാത്രമായി പോകാതെ ആ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കണം. ആ സമയത്തിന്റെ ഒഴിവും ഇരുളും ഉപയോഗപ്പെടുത്തി ഒറ്റയ്ക്കൊരു മൂലയിൽ പോയി ഇരുന്നുകൊണ്ട് പടച്ചവനോട് കൈയുയർത്തി പിടിച്ചുകൊണ്ട് നന്നായി കരയണം, ദുആ ചെയ്യണം, പശ്ചാത്തപിക്കണം, പാപമോചനം തേടണം, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറപ്പിക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചത് നേടിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ നമ്മളുടെ വീടുകളിൽ സ്വന്തമായി ദുആ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മക്കളെ ഒക്കെ വിളിച്ചിരുത്തിയിട്ട് അവരെ കൊണ്ട് ദ്വാരപ്പിക്കണം. വീട് പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ വീട് പണിയിലായി തന്നെ അങ്ങ് മരിച്ചു പോക്കല്ലോ. അവർക്ക് അത്താഴ സമയത്ത് നമ്മളെ സൽക്കരിക്കുന്നതിനേക്കാൾ അല്പനേരമെങ്കിലും അവർക്ക് ദ്വാരക്കാനുള്ള ഒരു സമയം ഒഴിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവരോട് ദ്വാ ചെയ്യാൻ വേണ്ടി പറയണം. അവരെ കൊണ്ട് തഹജ്ജുദ് നമസ്കരിപ്പിക്കണം. പെണ്ണുങ്ങളും തറാവീഹ് നമസ്കരിക്കണം, പെണ്ണുങ്ങളും തഹജ്ജുദ് നമസ്കരിക്കണം. എല്ലാവർക്കും ഈ അമലുകളൊക്കെ ചെയ്തേ മതിയാവും. എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകാൻ അവിടെ വില പോകുന്നത് അമലുകൾ മാത്രമാണെന്ന് തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ദുആ വളരെ പ്രധാനപ്പെട്ട അമലാണ്. അത്താഴത്തിന്റെ സമയത്ത് പ്രത്യേക ദുആ ചെയ്യണം. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ദുആ വർദ്ധിപ്പിക്കണം. നോമ്പ് തുറക്കുന്ന തിരക്കിന്റെ ഇടയിൽ മറ്റ് ഗഫലത്തിലായി പോകാതെ കുറച്ച് സമയമെങ്കിലും മഗ്രിബ് നമസ്കാരം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും മാറി ഇരുന്ന് ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ ദുആ ചെയ്യും. സാധിക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല ധൈര്യമുള്ള ആളുകളാണെങ്കിൽ, ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ, അടിക്കാനും പിടിക്കാനും സമരം ചെയ്യാനല്ല, പുരക്ക് പോയിട്ട് ഓളെയും മക്കളെയെല്ലാം വിളിച്ചിരുത്തിയിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദ്വാരക്ക നിങ്ങളെ മക്കളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുക, ഭാര്യമാരെ കൊണ്ട് ആമീൻ പറയും. കുറച്ച് കഴിഞ്ഞാൽ ഓളോട് പറയാം, നീ ദ്വാരക്ക് ഞാൻ ആമീൻ പറയാൻ പറയാം, വൈഫ് ഒന്ന് ദ്വാരക്കട്ടെ നമ്മൾ ആമീൻ പറയാം. മക്കളെ ഇരുത്തിയിട്ട് കുഞ്ഞു മക്കൾ ഉണ്ടാവുമല്ലോ, നിഷ്കളങ്കരായ മക്കൾ, ആ മക്കളെ കൊണ്ട് ദ്വാരപ്പിക്കുക, നമ്മളെല്ലാവരും ആമീൻ പറയാം. പ്രിയപ്പെട്ടവരെ, വീട്ടിന്റെ ഉള്ളിൽ അങ്ങനത്തെ മാഹോൽ ഉണ്ടായാൽ, അന്തരീക്ഷം ഉണ്ടായാൽ വീട് നന്നാവും. അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാവും, അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഒഴിവാവും. എല്ലാവരും ആള് കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, കുടുംബത്തിന്റെ ഉള്ളിൽ ഉരുണ്ടുകൂടുന്ന പരസ്പര തർക്കങ്ങളും ഈഗോസും ഒക്കെ ഒഴിവാവും. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് നന്നായി ഒന്നിച്ചൊന്നായി അള്ളാഹുവിലേക്ക് തിരിയാൻ ശ്രമിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്ന പതിവ് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. ബാക്കി സമയങ്ങളിൽ ദുആ ചെയ്യണം. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ കൂടുതൽ സ്വീകരിക്കപ്പെടും. കൂട്ടായി നമ്മൾ ചെയ്യുന്ന ദുആക്കൾ കൂടുതൽ സ്വീകരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, റമദാനിൽ നമ്മൾ ചെയ്യേണ്ട അമലുകളുടെ കൂട്ടത്തിൽ മറ്റൊരു അമല് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, തൗബ വർദ്ധിപ്പിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം, സ്വർഗത്തെ ചോദിക്കുന്നത് വർദ്ധിപ്പിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനത്തെ ചോദിക്കുന്നത് വർദ്ധിപ്പിക്കണം.
നമ്മുടെ പാപകർമ്മങ്ങളിൽ പടച്ചവനോട് പശ്ചാത്തപിക്കണം. ഇതൊന്നും ഒരാചാരമായിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹത്തോടുകൂടി നിലനിർത്തുന്ന നല്ല പതിവുകളായി, നല്ല അമലുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വ്യക്തിപരമായ നിലയിൽ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളിലൊക്കെ മുന്നേറ്റം നടത്തുന്നതിനോടൊപ്പം കുടുംബത്തിൽ നല്ല സ്വഭാവത്തോടെ പെരുമാറണം, എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പെരുമാറണം, അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറണം, നാട്ടുകാരോട് നല്ല നിലയിൽ പെരുമാറണം. നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം സദഖകളും സക്കാത്തുകളും ഒക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാ നന്മകളിലും മുന്നേറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ്, കാരുണ്യവാനായ നമ്മളുടെ റബ്ബ് എപ്രകാരം നമുക്ക് ഈ പരിശുദ്ധ മാസത്തെ കരുഞ്ഞരുളിയോ അതുപോലെ ഈ മാസത്തിലെ മഖ്ബൂലീങ്ങളിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മഹദ് ഫദല് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും വേദനകളും വിഷമങ്ങളും മാറ്റി തരുമാറാകട്ടെ. കടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും വീണ്ടും മരണം വരെയും ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളിൽ ഒന്നിച്ചിരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.